ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് അമൃതം പൊടി വെച്ചിട്ട് ഒരു അപ്പം ഉണ്ടാക്കിയാലോ. ഇതെൻ്റെ മോന് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടിയാണേ. അപ്പം ഞാൻ അതിന് ആവശ്യമായിട്ട് ശർക്കര, തേങ്ങാപ്പാൽ, അമൃതം പൊടി ഇത് മൂന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ശർക്കര എടുത്തിട്ട് നല്ലോണം മെൽറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം തേങ്ങ എടുക്കുക, ഒരു അരമുറി തേങ്ങ മതിയാവും. അത് നല്ലോണം അരിച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം അരച്ചെടുത്തിട്ട് അത് അരിച്ചെടുക്കണം. അരിച്ചതിന് ശേഷം അത് നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു 1.5 കപ്പ് നമുക്ക് അമൃതം പൊടി മതിയാവും. ഈ അമൃതം പൊടിയിലേക്ക് ഈ ആക്കി വെച്ച തേങ്ങാപ്പാൽ നല്ലോണം ഒഴിച്ചിട്ട് ഒരു കട്ട പിടിക്കാണ്ട് ഇളക്കി കൊടുക്കണം. അത് എന്നിട്ട് വീണ്ടും ഒരു പാനിലേക്ക് അരിക്കാൻ വേണ്ടിയിട്ട് ഒഴിക്കുക. അതിന് ശേഷം നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് നേരെ അത് ഗ്യാസിൽ വെച്ചിട്ട് കട്ട കൂടാണ്ട് ഇളക്കാൻ ശ്രദ്ധിക്കണേ. കട്ട പിടിച്ചാൽ നമുക്ക് റെഡിയാവില്ല. അങ്ങനെ നല്ലോണം അത് ഇളക്കി കുറച്ചൊരു തിക്ക് രീതിയിൽ വരുമ്പോൾ ഈ ശർക്കരേൻ്റെ പാനിയും കൂടി അതിനകത്തേക്ക് ഒഴിക്കുക. അത് നല്ലോണം ഇളക്കിയതായി വരുമ്പോൾ നല്ല വിരകിയ പോലെ വരും, കണ്ടില്ലേ. അതിന് ശേഷം നമുക്ക് ഡെക്കറേഷന് ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം കുറച്ച് പഴം, അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ ചേർത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് അതുപോലെ ആക്കി അതങ്ങ് ഒഴിച്ചിട്ട് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്താൽ വെച്ചാൽ നമ്മളുടെ അമൃതം പൊടി ഉണ്ടാക്കിയ അപ്പം ഇവിടെ റെഡിയാണ്.